പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിൻ്റെ ദയയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ആ ദരിദ്രൻ മരിച്ചു. അവനെ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനികൻ്റെയും ദരിദ്രനായ ലാസറിൻ്റെയും കഥ നമുക്ക് വളരെ സുപരിചിതമാണ്. കർത്താവ് പറഞ്ഞതായ ഉപമകളിലും കഥകളിലും വെച്ച് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായതും എല്ലാവരും ഏറ്റുപാടുന്നതും കാണാപ്പാഠം പഠിക്കുന്നതും എപ്പോഴും ഓർക്കുന്നതുമായ ഒരു കഥയാണ് ലാസറിൻ്റെയും ധനവാന്റെയും ചരിത്രം. ദരിദ്രനായ ലാസറിനെ കുറിച്ച് കർത്താവ് ധാരാളം അറിവുകൾ നമുക്ക് തരുന്നുണ്ട്. രോഗിയായിരുന്നു, വ്രണങ്ങൾ നിറഞ്ഞവനായിരുന്നു. ശരീരം മുഴുവനും വ്രണങ്ങൾ നിറഞ്ഞ് പഴുത്തു നാറി ചീഞ്ഞെളിഞ്ഞ് നാറി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ ധനവാന്റെ പടിവാതിക്കൽ വന്ന് അഭയം തേടി അവിടെ കിടക്കുന്ന ജീവിതം. ധനവാൻ, അവനെ സംബന്ധിച്ചോളം കർത്താവ് അവനെക്കുറിച്ച് തരുന്നതായ വിവരണം കേൾക്കൂ. ധനികനായവൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് അവൻ്റെ സുഖത്തിലും ധനത്തിലും സുഖിച്ചു കൊണ്ടിരുന്നതായ ഒരു മനുഷ്യൻ. ഈ ദരിദ്രൻ്റെ വാസസ്ഥലം ധനവാന്റെ പടിവാതിൽക്കൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏതെങ്കിലും ധനികൻ അങ്ങനെ നാറ്റം വയ്ക്കുന്ന ഒരു ജീവിതത്തെ അവൻ്റെ പടിവാതിക്കൽ കിടക്കുവാൻ സമ്മതിക്കുമോ? ഇല്ല. എന്നാൽ ഇവിടെ ഈ ധനികനെ സംബന്ധിച്ചിടത്തോളം ഇത് ദിവസവും കാണുവാൻ അവൻ നിർബന്ധിതനാകുകയാണ്. അവന് മാറ്റാൻ കഴിയത്തില്ല. ഈ ദരിദ്രന് ഈ നാറ്റം വയ്ക്കുന്ന ജീവിതത്തെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുവാൻ അവൻ്റെ ദാസന്മാരോട് കൽപ്പിക്കാൻ അവന് കഴിയുന്നില്ല. അവന് ഏതോ ഒരു ശക്തി നിർബന്ധിക്കുന്നു. അവന് മാറ്റിക്കൂടാത്ത ഒരവസ്ഥയിൽ ദരിദ്രനെ അവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. തണുപ്പും ചൂടും കാറ്റും മഴയും ഒക്കെ സഹിച്ച് ഈ രോഗിയായ മനുഷ്യൻ വന്ന് അവിടെ തമ്പടിച്ചിരിക്കുക. എന്നാൽ ഈ ധനികന്റെ സമ്പത്തിലോ അവൻ്റെ അധികാരത്തിലോ ഒന്നും ആശ്രയിച്ചുകൊണ്ട് ഈ ദരിദ്രനെ നീക്കം ചെയ്യാൻ ഒക്കുന്നില്ല. ഇവിടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം: ദരിദ്രൻ ധനവാന്റെ പടിവാതിൽക്കൽ എങ്ങനെ വന്നു? ആരാണ് അവനെ കൊണ്ടുവന്നത്? എങ്ങനെയാണ് അവൻ അവിടെ എത്തിയത്? അവനെങ്ങനെ അവിടെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കാൻ കഴിയും മരണം വരെ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കർത്താവ് അതാണ് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ ഉപമയിൽ നിന്നും കർത്താവ് തരുന്നതായ ചില സന്ദേശങ്ങളിൽ ഒന്ന് ഇതാണ്. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചോദ്യം കൂടെ നമ്മോട് ചോദിക്കുകയാണ്: ദൈവം സ്നേഹിച്ചത് ധനവാനെയോ അതോ ലാസറിനെയോ? നമ്മളെന്ത് ഉത്തരം പറയും? തീർച്ചയായിട്ടും നമ്മുടെ സാധാരണ ബുദ്ധിയിൽ നിന്ന് നമ്മൾ എടുത്തു പറയുക, ലാസറിനെയാണ് ദൈവം സ്നേഹിച്ചത്. കാരണം അവൻ മരിച്ച ഉടനെ ദൂതന്മാർ അവൻ്റെ ആത്മാവിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ട്. പക്ഷെങ്കിൽ ദൈവം അതല്ല അവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ധനവാനെ കർത്താവ് സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്നതിനാൽ അവന് നീക്കിക്കൂടാത്തതായ ചില പാഠങ്ങൾ അവൻ്റെ മുൻപിൽ കൊണ്ടുവയ്ക്കുകയാണ്. ബുദ്ധി പഠിക്കുവാൻ, ജ്ഞാനം പ്രാപിക്കുവാൻ, നന്മയെ തിരഞ്ഞെടുക്കുവാൻ, നീതി ചെയ്ത് നിന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ നിന്റെ മുൻപിൽ ദൈവം കൊണ്ടുവരുന്ന അവസരങ്ങളാണ് ദരിദ്രൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിന്റെ അന്ത്യന്യായവിധിയെക്കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിക്കയിൽ ചിലർ കർത്താവിനോട് പറഞ്ഞ്, കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രസംഗിച്ചു, ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, വീര്യപ്രവൃത്തികൾ ധാരാളം ചെയ്തു, അനേകം മഹാകാര്യങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയാത്തതായ മഹത്തായ പല ശുശ്രൂഷകളും കൺവെൻഷനുകളും അതും ഇതുമെല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചു. കർത്താവ് അവരോട് പറയുന്നു, ശപിക്കപ്പെട്ടവരെ, പുറത്തു പോകുവീൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങളോട് അങ്ങനെ പറയുന്നു? അതിന് മറുപടി കർത്താവ് പറയുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ വ്രണങ്ങൾ നിറഞ്ഞവനായിരുന്നു, നാറ്റം വയ്ക്കുന്ന അനുഭവം എനിക്കുണ്ടായിരുന്നു, ദരിദ്രൻ, ഞാൻ പട്ടിണിയിലായിരുന്നു, വിശന്നു, നഗ്നനായി ദാഹിച്ചു. പക്ഷെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല, നിങ്ങൾ എന്നെ നായ്ക്കൾക്ക് നക്കുവാൻ വിട്ടുകൊടുത്തു, മറ്റുള്ളവർ ദുഷിക്കുവാൻ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, എനിക്ക് ഉടുക്കുവാൻ നിങ്ങൾ തന്നില്ല. ഉടനെ അവർ ചോദിച്ചു, ഞങ്ങൾ എപ്പോൾ നിന്നെ അങ്ങനെ കണ്ടു? കള്ളം പറയരുത് കേട്ടോ.
ഞങ്ങൾ ഒരിക്കലും നിന്നെ നഗ്നനായി കണ്ടില്ല. നീ വിശന്നതായിട്ട് ഞങ്ങൾ കണ്ടില്ല. നീ രോഗിയായി നിന്നെ കണ്ടില്ല. കർത്താവ് അതിന് മറുപടിയായിട്ട് വീണ്ടും പറയുകയാണ്, നിങ്ങളിൽ ചെറിയവന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെനിക്കായി ചെയ്തു. ഒരു ചെറിയവൻ്റെ വേഷത്തിൽ, ഒരു ദരിദ്രൻ്റെ വേഷത്തിൽ, ഒരു നഗ്നൻ്റെ വേഷത്തിൽ, ഒരു വ്രണങ്ങൾ നിറഞ്ഞ വേഷത്തിൽ ഞാൻ പലപ്പോഴും നിന്റെ പടിവാതിക്കൽ ബുദ്ധി പഠിക്കുവാൻ, നീതി കൈക്കൊള്ളുവാൻ, നന്മകളെ കൈക്കൊള്ളുവാൻ നിന്റെ മുൻപിൽ പ്രത്യക്ഷനായി. നിന്റെ മരണം വരെയും നിന്റെ പടിവാതിക്കൽ കിടന്നുകൊണ്ട് ബുദ്ധി പഠിപ്പീൻ എന്ന് നിന്നെ സ്നേഹിച്ച് നിന്നെ ഉപദേശിക്കുകയുണ്ടായി. നീയോ അതിനെ കൈക്കൊണ്ടില്ല. നീ ധൂമ്രവസ്ത്രം ധരിച്ച്, പട്ടുവസ്ത്രം ധരിച്ച് നിന്റെ സമ്പത്തിലും സുഖത്തിലും നീ ആറാടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നീ യാതന സ്ഥലത്തേക്ക് പോയി. നോക്കൂ, ദൈവമാണ് ദരിദ്രനെ കൊണ്ടുവന്നുള്ളതിന് തെളിവാണ് അവന്റെ മരണത്തിന് വേണ്ടി കാവൽ നിന്ന ദൂതന്മാർ. ദൈവമാണ് അവനെ കൊണ്ടുവന്നത്. ദൈവമാണ് അവനെ അവിടെ താമസിപ്പിച്ചത്. നമ്മുടെ മുൻപിൽ ദൈവം തരുന്ന അവസരങ്ങളാണ് ദരിദ്രൻ. ലാസർ ദൈവം കൊണ്ടുവരുന്ന അവസരം എന്തിനു വേണ്ടി? നീതി കാണുവാൻ, നീതി പ്രവർത്തിക്കുവാൻ, നീതിയെ കണ്ടുപിടിക്കുവാൻ, നീതിയെ നമ്മുടെ സ്വായത്തമാക്കുവാൻ. നമ്മളിൽ ധാരാളം സുഖലോലുപിത്തങ്ങളുണ്ട്, നമ്മളിൽ ധാരാളം പട്ടുവസ്ത്രങ്ങളുണ്ട്, നമ്മളിൽ ധാരാളം ധൂമ്രവസ്ത്രങ്ങളുണ്ട്. നമ്മളുടെ പടിവാതിൽക്കൽ നാം പോകുമ്പോഴും വരുമ്പോഴും ഒക്കെയും ഓർത്തുകൊള്ളുക, നമുക്ക് ഉപേക്ഷിക്കുവാൻ കഴിയാതെ, നീക്കം ചെയ്യുവാൻ കഴിയാതെ ദൈവം നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന പല കാഴ്ചകളുണ്ട്. എന്തിനാണെന്നറിയാമോ? നന്മയെ സ്വീകരിക്കുക. കർത്താവ് സന്ദേശം തരികയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സന്ദേശം, അല്ലെങ്കിൽ സമ്പന്നനെ ദൈവം ഉപേക്ഷിച്ച് കളയുകയല്ല, നിന്ദിക്കുകയല്ല, അപമാനിക്കുകയല്ല, തള്ളിക്കളയല്ല. സമ്പന്നനെയും ദൈവം രക്ഷിപ്പാൻ നോക്കുന്നു. ലോകത്തിൽ സമ്പന്നന്മാരെ ദൈവം തള്ളിക്കളയല്ല, സ്നേഹിക്കുന്നു. അവരെയും ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം അവരോട് പറയാണ്, നന്മ പഠിപ്പീൻ, തിന്മയെ വിട്ടിട്ട് നന്മയെ സ്വീകരിക്കുക. തിന്മകളെ പ്രവർത്തിക്കാതെ നന്മയെ പ്രവർത്തിക്കുക, നീതിയെ പ്രവർത്തിക്കുക, നീതിക്കായി കാക്ഷിക്കുക, നീതിക്കായി ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരിക. നിന്റെ മുൻപിൽ ദൈവം അനേക ദൃഷ്ടാന്തങ്ങൾ നിനക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിക്കും. ദരിദ്രന്മാരെ സൃഷ്ടിക്കും, അനാഥരകരെ സൃഷ്ടിക്കും, വിധവമാരെ സൃഷ്ടിക്കും, രോഗികളെ സൃഷ്ടിക്കും, വ്രണങ്ങൾ നിറഞ്ഞവരെ സൃഷ്ടിക്കും, നാറ്റം വയ്ക്കുന്നവരെ സൃഷ്ടിക്കും, അപ്പത്തിന് വേണ്ടി ദാഹിക്കുന്നവരെ സൃഷ്ടിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നീ നന്മ പ്രാപിക്കാൻ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഗോഡ് ലവ്സ് യു. നീ ധനികനാണെങ്കിലും നീ സമ്പന്നനാണെങ്കിലും ദൈവം നിന്നെ തള്ളിക്കളയല്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ മുൻപിൽ ധാരാളം അവസരങ്ങൾ കൊണ്ടുവരും. കർത്താവ് കൊണ്ടുവരുന്ന അവസരങ്ങളെ കുറിച്ചുള്ളതായ ഒരു ദർശനം കർത്താവ് ഇവിടെ തുറന്നു കാണിക്കുകയാണ്. മഹത്തായ ദർശനം. ദൈവം നമുക്കായി നൽകുന്നതായ സൗഭാഗ്യങ്ങളാണ് നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നതായ ദരിദ്രർ, നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നതായ അശരണരായിട്ടുള്ളവർ. ദൈവം നമുക്ക് വേണ്ടി കൊണ്ടുവരുന്ന സൗഭാഗ്യങ്ങളാണ്. നമ്മുടെ കണ്ണ് തുറന്ന് അതിനെ നോക്കുവാൻ നീ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിനക്കൊരിക്കലും നിന്റെ പടിവാതിക്കൽ നിന്ന് അവരെ നിനക്ക് നീക്കുവാൻ കഴിയുകയില്ല. നീ ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ച്, അധികാരങ്ങൾ ഉപയോഗിച്ച് അവരെ നീക്കുവാൻ നീ നിർബന്ധിതമായിരുന്നാലും ശരി, ദൈവം ഒരു ലാസറിനെ നീ നീക്കുമ്പോൾ 100 ലാസർമാരെ നമ്മുടെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടുത്തും. എന്തിനാണെന്നറിയാമോ? വീണ്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ, ദൈവം നമുക്കായി ഒരുക്കുന്നതായ വലിയ നന്മകളെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുമാറാകട്ടെ. നമ്മൾ പ്രകൃതിയ തിന്മ നിറഞ്ഞവരാണ്, നമ്മൾ പ്രകൃതിയ നീതി ഇല്ലാത്തവരാണ്. പക്ഷെങ്കിൽ ദൈവം നമ്മെ നീതി പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നന്മകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം സ്വർഗരാജ്യം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെ മടിയിലേക്ക് നമ്മെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീതി പഠിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തികളെ, ദൈവത്തിന്റെ ദാനങ്ങളെ കണ്ട് മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. God bless you.